പ്രിയരേ, ഇത് പുലർകാല വിചിന്തനം. ഈ പുലർകാല വിചിന്തനത്തിൽ ഇന്ന് നമ്മൾ വിചിന്തനം ചെയ്യുന്നത് ഭൂമിയിൽ ഒരു മനുഷ്യൻ എങ്ങനെയാണ് അനുഗ്രഹമുള്ള മനുഷ്യനായി മാറുന്നത് എന്നതിനെക്കുറിച്ചാണ്. ഭൂമി ജീവിതം ഒരാൾക്ക് അനുഗ്രഹം നൽകുന്നത് എങ്ങനെയാണെന്ന് ദൈവ തിരുവചനം വളരെ വ്യക്തമായി നമ്മളോട് പറഞ്ഞു തരുന്നുണ്ട്. അത് നിയമാവർത്തന പുസ്തകം 28-ാമത്തെ അധ്യായം 1 മുതൽ 6 വരെയുള്ള തിരുവചനങ്ങളാണ്. വചനം ഇപ്രകാരം പറയുന്നു: നിന്റെ ദൈവമായ കർത്താവിൻ്റെ വാക്ക് കേട്ട് ഇന്ന് ഞാൻ നിനക്ക് നൽകുന്ന കൽപ്പനകളെല്ലാം സൂക്ഷ്മമായി പാലിക്കുമെങ്കിൽ അവിടുന്ന് നിന്നെ ഭൂമിയിലെ മറ്റെല്ലാ ജനതകളെയും കാൾ ഉന്നതനാക്കും. അവിടുത്തെ ഈ വചനം ശ്രവിച്ചാൽ അവിടുന്ന് ഈ അനുഗ്രഹങ്ങളെല്ലാം നിന്റെ മേൽ ചൊരിയും. നഗരത്തിലും വയലിലും നീ അനുഗ്രഹീതനായിരിക്കും. നിന്റെ സന്തതികളും വിളവുകളും മൃഗങ്ങളും കന്നുകാലിക്കൂട്ടവും ആട്ടിൻപറ്റവും അനുഗ്രഹിക്കപ്പെടും. നിന്റെ അപ്പക്കുട്ടയും മാവ് കുഴയ്ക്കുന്ന കലവും അനുഗ്രഹിക്കപ്പെടും. സകല പ്രവൃത്തികളിലും നീ അനുഗ്രഹീതനായിരിക്കും. ഇതാണ് പ്രിയരെ, അനുഗ്രഹമുള്ള മനുഷ്യനെ കുറിച്ച് ദൈവ തിരുവചനം നമ്മളെ പഠിപ്പിക്കുന്നത്. ഭൂമി ജീവിതം നിനക്ക് അനുഗ്രഹമായി തീരുവാൻ തിരുവചനം നമ്മളെ പറഞ്ഞു പഠിപ്പിക്കുന്ന ഒരൊറ്റ കാര്യമേ ഉള്ളൂ: ദൈവത്തിൻ്റെ കൽപ്പനകളെ കൃത്യമായിട്ട് പാലിക്കുവാനായിട്ട് കഴിയണം. ദൈവകൽപ്പനകളെ പാലിച്ചാൽ അവിടുന്ന് നമ്മുടെ മേൽ ചൊരിയുന്ന അനുഗ്രഹം എന്തൊക്കെയാണ്? നീ നഗരത്തിൽ ഒരു കച്ചവടം ചെയ്യുന്ന മനുഷ്യനാകട്ടെ, അല്ലെങ്കിൽ നീ ഗ്രാമത്തിൽ ഒരു കൃഷി ചെയ്ത് ജീവിക്കുന്ന മനുഷ്യനാകട്ടെ, നീ അനുഗ്രഹിക്കപ്പെടും. നിന്റെ സന്തതിയോർത്ത് നീ ആകുലപ്പെടേണ്ട കാര്യമില്ല. കാരണം ദൈവമായ കർത്താവിൻ്റെ നിയമവും കൽപ്പനകളും പാലിക്കുന്ന വ്യക്തി എന്ന നിലയിൽ നിന്റെ കുഞ്ഞുങ്ങളുടെ മേൽ ദൈവം പ്രത്യേകമായ കാവൽ ഏർപ്പെടുത്തും. അവന് വഴിതെറ്റിപ്പോവുകയില്ല. ഒന്നും അവൻ്റെ ജീവിതത്തിലേക്ക് തിന്മയായി കടന്നു വരുവാൻ നിന്റെ ദൈവമായ കർത്താവ് അനുവദിക്കുകയുമില്ല. നിന്റെ വിളവുകളും മൃഗങ്ങളും കന്നുകാലിക്കൂട്ടവും ആട്ടിൻപറ്റവും അനുഗ്രഹിക്കപ്പെടും. നീ കൃഷി ചെയ്യുന്നിടത്ത് ഒരു പാഴായിട്ടുള്ള ഒന്നും കിളിർത്തു കയറുകയില്ല. ആ കൃഷിയെ നശിപ്പിക്കുവാനായിട്ടൊരു പക്ഷികളോ മൃഗങ്ങളോ ഒന്നും അതിൻ്റെ ചുറ്റും പറന്നടിക്കുകയോ കടന്നു വരികയോ ചെയ്യുകയില്ല. നിന്റെ വിളവിനെ ദൈവമായ കർത്താവ് കാക്കും. നിന്റെ മൃഗങ്ങളെയും കന്നുകാലിക്കൂട്ടത്തെയും ആട്ടിൻപറ്റത്തെയും ദൈവമായ കർത്താവ് കാത്തു സൂക്ഷിക്കും. വീണ്ടും തിരുവചനം പറയുന്നുണ്ടല്ലോ, ഒരിക്കലും നിന്റെ അപ്പക്കുട്ട നഷ്ടപ്പെട്ടു പോകില്ല. നിന്റെ മാവ് കുഴയ്ക്കുന്ന കലം ഒരിക്കലും ശൂന്യമായി പോകില്ല. ദൈവത്തിൻ്റെ കൽപ്പനകളെ പാലിച്ച് നീ മുൻപോട്ട് ജീവിക്കുന്ന ഓരോ നിമിഷവും ദാരിദ്ര്യത്തിന് നിന്റെ മേൽ കണ്ണുവെക്കാൻ ഒരവസരം ദൈവം കൊടുക്കില്ല. മറ്റൊരാളുടെ മുമ്പിൽ പോയി കൈനീട്ടി നിൽക്കുന്ന ഒരവസ്ഥയിലേക്ക് ദൈവം ഒരിക്കലും നിന്നെ താഴ്ത്തിക്കൊണ്ടുപോകില്ല. ദൈവം നിന്റെ ഭവനത്തിൽ സദാ നേരവും സമൃദ്ധിയുടെ കൃപ കർത്താവ് നൽകും. അതാണ് പ്രിയരെ, ദൈവകൽപ്പനകളെ പാലിച്ച് ജീവിച്ചാൽ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന അനുഗ്രഹം. നീ ഭൂമിയിൽ അനുഗ്രഹമുള്ള മനുഷ്യനായി മാറുന്നത് അപ്പോഴാണ്. വീണ്ടും ഒരു ചോദ്യം കൂടി ഇവിടെ ഇരുന്നുണ്ട്: എന്താണ് കൽപ്പന? ഈ കൽപ്പനയ്ക്ക് ഏറ്റവും പൂർണ്ണമായ നിർവചനം നൽകിയത് കർത്താവായ യേശു ക്രിസ്തുവാണ്. ക്രിസ്തു പറയുന്നുണ്ട്, ഇതാ ഞാൻ നിങ്ങൾക്ക് ഒരു പുതിയ കൽപ്പന നൽകുന്നു. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ പരസ്പരം സ്നേഹിക്കണം. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ പരസ്പരം സ്നേഹിക്കണം. ഇതാണ് കൽപ്പന. എങ്ങനെയാണ് ക്രിസ്തു നമ്മളെ സ്നേഹിച്ചത്? അതുവരെ മനുഷ്യവംശം ചെയ്തു കൂട്ടിയ മുഴുവൻ പാപത്തെയും അവൻ സ്വന്തം തോളിലെടുത്ത് അതിൻ്റെ പാപഭാരമായ കുരിശും വഹിച്ചുകൊണ്ട് കാൽവരിയിലേക്ക് കയറിപ്പോയി. അവിടെ 3 ആണികളിൽ തൂങ്ങി പിടഞ്ഞു മരിച്ച് അവൻ നമ്മളെ സ്നേഹിച്ചെങ്കിൽ ഇതിൽ കുറഞ്ഞൊരു സ്നേഹത്തിന്റെ പരിഭാഷയില്ല ഈ ലോകത്ത്. നീ ഒരാളെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞാൽ, കൽപ്പന പാലിക്കുന്നു എന്ന് പറഞ്ഞാൽ, നിഷ്കളങ്കമായ ഒരാൾക്ക് വേണ്ടി മരിക്കാനും നീ തയ്യാറാകുന്ന പ്രവൃത്തിക്ക് പറയുന്ന പേരാണ് കൽപ്പനയുടെ പാലനം. അതുകൊണ്ട്
നിഷ്കളങ്കമായി സ്നേഹിക്കാൻ ഒരുങ്ങിക്കൊള്ളൂ. അതാണ് കൽപ്പന. അതാണ് കൽപ്പനയുടെ പൂർത്തീകരണം എന്ന് പറയുന്നത്. ഒരു മനുഷ്യനെ നീ കാപട്യത്തോടെ സമീപിക്കരുത്. ഒരു പ്രവർത്തികൾക്കകത്ത് നീ കാപട്യം വച്ച് പുലർത്തരുത്. നീ മനുഷ്യനോട് കാണിക്കുന്ന സ്നേഹവും കരുതലും അതെത്രത്തോളം ആഴപ്പെട്ടതാണോ അത്ര അധികമായി ദൈവത്തിന്റെ മുമ്പിൽ നീ കൽപ്പന പാലിക്കുന്നവനായിട്ട് മാറും. വീണ്ടും തിരുവചനം പറയുന്നുണ്ട്, നിനക്കെതിരെ വരുന്ന ശത്രുക്കളെ നിന്റെ മുമ്പിൽ വെച്ച് കർത്താവ് തോൽപ്പിക്കും. നിനക്കെതിരായി അവർ ഒരു വഴിയിലൂടെ വരും, 7 വഴിയിലൂടെ പലായനം ചെയ്യും. നിന്റെ കളപ്പുരയിലും നിന്റെ പ്രയത്നങ്ങളിലും കർത്താവ് അനുഗ്രഹം വർഷിക്കും. നിന്റെ ദൈവമായ കർത്താവ് നിനക്ക് തരുന്ന ദേശത്ത് അവിടുന്ന് നിന്നെ അനുഗ്രഹിക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ദൈവകൽപ്പനകളിൽ സമ്പൂർണമായി ജീവിതം കണ്ടെത്തുക. ആത്മാർത്ഥമായിട്ട് നിങ്ങൾ സ്നേഹിക്കാൻ പരിശ്രമിക്കുക. നിഷ്കളങ്കമായി മനുഷ്യനെ നിങ്ങൾ ജീവിതത്തിൽ ഉൾക്കൊള്ളുക, സ്നേഹിക്കുക. നിങ്ങൾ ഫലമുള്ള വൃക്ഷങ്ങളായിട്ട് മാറും. ഒന്ന് കണ്ണടച്ച് പ്രാർത്ഥിക്കാം. കർത്താവായ യേശുവേ, ഈ ഒരു പ്രഭാതം കരുതലിൻ്റെതാകണമേ. നിഷ്കളങ്കമായി മനുഷ്യനെ സ്നേഹിക്കാൻ എന്നെ പഠിപ്പിക്കണമേ. ആമേൻ.